ഫ്രണ്ട്സ്, കൃഷ്ണ എണ്ണ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ചിക്കൻ വാങ്ങിയാലോ, ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ ലെഗ് പീസിന് ഇങ്ങനെ തന്നെ വെട്ടാറുള്ളത്. കിങ്ങിനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ നല്ല സോഫ്റ്റ് ഇറച്ചിയായിരിക്കുമല്ലോ. പക്ഷേ കൊണ്ടുവന്ന ചിക്കന് എന്തൊക്കെയോ ഒരു വശവശക പോലെ ആയിരുന്നു വെട്ടിക്കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഞാൻ ആ ലെഗ് പീസൊക്കെ ഒന്ന് മെനക്കാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മളിന്ന് ചപ്പാത്തി ഉണ്ടാക്കണത് കൊണ്ട് സാധാരണ നമ്മൾ ചോറിന് വയ്ക്കുന്ന കറി പോലെയല്ല ഉണ്ടാക്കണത്. ഒന്ന് നമ്മൾ ബിരിയാണിക്ക് അല്ലെങ്കിൽ ചപ്പാത്തി അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലാട്ടോ കറി ഉണ്ടാക്കണത്. അതുകൊണ്ട് ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ഇങ്ങനെ കുരുമുളക് പൊടിയും അതേപോലെ പെരുംജീരകപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മിയിട്ട് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചായിരുന്നു. പിന്നെ അരപ്പിനായിട്ട് ലേശം ഇഞ്ചിയും വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചതച്ച് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സബോളയും തക്കാളിയൊക്കെ വഴന്ന് വന്ന ആ സമയത്ത് ഈ മിക്സും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് പിന്നെ നമ്മളെ ചിക്കൻ മസാല കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണം എരിവിനായിട്ട്. പിന്നെ നമ്മൾ ചിക്കനും കൂടെ ഇളക്കി നമ്മൾ ചിക്കൻ കറി ഒരുവിധം അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെ ചൂട്? ഞങ്ങളുടെ ഇവിടെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പാചകമൊന്നും ചെയ്യൽ നടക്കണ കാര്യമേ അല്ല. അപ്പോൾ നല്ല വേർത്ത് കുളിച്ചുകൊണ്ട് ഞാൻ ഒരു തണുത്ത തണ്ണിമത്തനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചിക്കനും ബന്ധായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും ചപ്പാത്തിയൊക്കെ ആയപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കിങ്ങിനിക്കും കഴിക്കാൻ കൊടുത്തു. കിങ്ങിനിക്ക് ഒരു ലെഗ് പീസ് എടുത്ത് കൊടുത്തു കേട്ടോ. ചൂട് കാരണം അവൾക്ക് നുള്ളി കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണുണ്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ അവൾ കാണാതെ ഞാനൊരു ലെഗ് പീസും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചപ്പാത്തിയിലും ലെഗ് പീസിലും കൈയിട്ട് വരാൻ അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം അവിടെ തന്നെ ഇട്ട് പോയി. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.